മോർ അഫ്രൈം പറയുന്നുണ്ട്, ബ്യൂട്ടി ഈസ് സമ്ഡ് അപ്പോൺ ദ ക്രോസ്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് കുരിശാണ്. ബാഹ്യമായിട്ട് നമുക്കെല്ലാവർക്കും സൗന്ദര്യമുണ്ട്. എന്നാൽ യഥാർത്ഥമായ സൗന്ദര്യം പാപമില്ലാത്ത അവസ്ഥ, സിൻലെസ്നെസ്, പാപമില്ലാത്ത അവസ്ഥ. യേശുക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറയുന്നത്, സുന്ദരികളിൽ സുന്ദരി നീ ജാതികളിൽ സോനോ. ഈ സഭ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഏറ്റവും ലോകത്തെ സൗന്ദര്യമുള്ളതായി തീരുമ്പോൾ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഏറ്റവും സൗന്ദര്യം ഉണ്ടാകുന്നത്. മാതാവിനെ കുറിച്ച് മോർ അഫ്രൈം പറയുന്നുണ്ട്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേച്ചർ ഈസ് വെർജിൻ മേരി. കുരിശ് ഏറ്റവും സൗന്ദര്യമുള്ളതാണെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് മാതാവാണ്. മാതാവ് കുരിശിനോട് അരികിൽ നിൽക്കുന്നു. മാതാവിന്റെ സൗന്ദര്യം അവിടെയാണ് നാം കണ്ടെത്തുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പാപമാണ്. പാപം മതിലുകൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ ആരാധന. ജ്ഞാനം ചെന്ന് പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ പാപം. നമുക്ക് ദൈവത്തിൽ ശാന്തമായി ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിലെ വേലിക്കെട്ടുകൾ എന്താണ്? എനിക്ക് പള്ളിയിൽ വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? എനിക്ക് മറ്റുള്ള ആളുകളുമായിട്ട് അകൽച്ച ഉണ്ടാകാനുള്ള മതിലുകൾ എന്താണ്? മതിലുകൾ ഡിസ്മാൻഡിങ് ഓൾ ദ വാൾസ്, എല്ലാ മതിലുകളും തകർക്കപ്പെടേണ്ടതാണ്.